അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ഡെഡ് ഹെഡ് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല ഒരു മഴ, ഇന്നും നാളെ ഇവിടെ മഴ കാണിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നനയ്ക്കേണ്ട കാര്യമില്ല, മഴയുണ്ടല്ലോ. നോക്കിയേ, നല്ല ക്ലൗഡിയാണ് ഇന്ന് വെതർ, ചൂടില്ല, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ റോസസും അതല്ലാത്ത ചെടികളും ഒക്കെ ഒന്ന് ഡെഡ് ഹെഡ് ചെയ്യാൻ പോവാ. പിന്നെ ഇത് നോക്കിയേ, ഒരു കോറൽ ഡ്രിഫ്റ്റ് എന്ന് പറയാനായിട്ടുള്ള റോസിന്റെ വെറൈറ്റിയാ. അപ്പോൾ അതിന്റെ ഫുൾ ഫസ്റ്റ് എല്ലാ ഫ്ലവറിങ്ങും അതിന്റെ കഴിഞ്ഞു, കണ്ടോ, എല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ട്രിം ചെയ്ത് കൊടുത്താലാണ് അടുത്ത ബാച്ചസ് നല്ലതായിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ ഇതെല്ലാം ട്രിം ചെയ്യുക. ഒരുപാട് ഒരു പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ഡ്രിഫ്റ്റ് റോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കില്ല, അതിങ്ങനെ നിലത്തേക്ക് തന്നെ ഏകദേശം ഇങ്ങനെ പടർന്ന പോലെ ഉണ്ടാവുക ചെയ്യുക. പിന്നെ ഇത് നോക്കിയേ, ഇത് ക്ലമാറ്റിസ് എന്ന് പറയണ ഒരു ചെടിയാ. ഇത് പടർന്നു കയറുന്ന ചെടിയാ. അപ്പൊ ഇത് ഞാൻ നമ്മുടെ ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോർ ഉണ്ട്, ഗാർഡൻ സെന്ററും ഹാർഡ്വെയറും ഒക്കെ ഉള്ളതാ. അപ്പൊ അവിടുന്ന് എനിക്ക് ക്ലിയറൻസിന് കിട്ടിയ ഒരു പ്ലാന്റാ ഇത്. അപ്പോൾ ഇത് അതിന്റെ കൊഴിഞ്ഞു പോയ പൂക്കളാ. ഇതാണ് അതിന്റെ ശരിക്കുള്ള പൂക്കൾ. ഇത് നല്ല ഭംഗിയാണ്. അപ്പൊ ഞാനിങ്ങനെ കുറെ നാളായിട്ട് ഈ ഒരു ചെടി മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് അത് ഡെഡ് ഹെഡ് ചെയ്യാം. ഇവിടെ ഒരു 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലമാറ്റിസ് പല ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പ് എന്ന് അതിന് പറയുക. അപ്പൊ നോക്കിയേ, ഈ ക്ലമാറ്റിസ് എന്ന് പറയണത് നമ്മൾ ഡെഡ് ഹെഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയ പൂക്കൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ വിന്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് തുടങ്ങുമ്പോൾ ഈ ഗ്രൂപ്പിൽ പെടുന്ന ക്ലമാറ്റിസ്, ഇതൊരു ക്ലമാറ്റിസ് യുവാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഏകദേശം നല്ല ഫുള്ളും, അതായത് ഇതിന് പൂക്കൾ ഉണ്ടാവേണ്ടത് അതിന്റെ പുതിയ വുഡിലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അത് പ്രൂൺ ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലാം കളഞ്ഞ് അടിയുന്നേ നമ്മൾ പ്രൂൺ ചെയ്യണം. പിന്നെ ഇത് നോക്കിയേ, ഇത് വേറൊരു ടൈപ്പ് ക്ലമാറ്റിസാ. അതിലിപ്പോ പൂക്കളില്ല, പക്ഷെ ഇതാണ് അതിന്റെ പൂവ്. അപ്പോൾ ഈ ക്ലമാറ്റിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൂക്കൾ ഉണ്ടാവുന്നത് ഈ ഓൾറെഡി ഉള്ള കമ്പില് പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അതിലാ പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഈ ക്ലമാറ്റിസിന്റെ ഒരു പ്രത്യേകത. അവർക്ക് അവരുടെ ഗ്രൂപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഡെഡ് ഹെഡ് ചെയ്യാൻ നമുക്ക്. നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വന്ന ബ്രാഞ്ചസിൽ പൂക്കൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം അതിനെ നമ്മൾ ട്രെലിസ് വച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വർഷം മേടിച്ചേ ഉള്ളൂ. പക്ഷെ ഇനി അതിന് വേണ്ടിയിട്ടൊരു ട്രെലിസ് ഉണ്ടാക്കി അവരെ താഴെ നടണം ഇനി. പിന്നെ ഇത് നോക്കിയേ, ഇത് ഫ്രാഗ്രൻ ക്ലൗഡ് എന്ന് പറയണ ഒരു റോസ് വെറൈറ്റിയാ. അതിന്റെ പേര് പോലെ തന്നെ നല്ല മണമാണ് അതിന്. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം അതിന്റെ മണം. ഇതിപ്പോ അതിന്റെ ഈ റോസ് ഓൾറെഡി അതിന്റെ ഒരു ഫ്ലഷ് കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ ഫ്ലഷ് ആണ്, നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കണത്. ഇത് ഞാൻ ഈ വർഷം ഇവിടെ വാൾമാർട്ടിൽ നിന്ന് മേടിച്ച ഒരു റോസാ. അപ്പൊ നമുക്ക് ഈ പൂവ് അതിന്റെ കഴിഞ്ഞു. അപ്പൊ ഞാൻ അത് ഒന്ന് പ്രൂൺ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ റോസിനെ പ്രൂൺ ചെയ്യുമ്പോൾ അവർ പറയണത് ഇങ്ങനെ ഒരു 5 ലീവ്സ് ഉള്ള നോക്കി, കണ്ടോ, ഇങ്ങനെ ഈ 5 ലീവ്സിന് മേളിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നാ പറയണേ. അപ്പൊ ഇതൊക്കെ 3 ലീവ്സ് ഒക്കെ ഉള്ളു. അപ്പൊ അവിടെ വെച്ച് നമ്മൾ പ്രൂൺ ചെയ്യരുത്. 5ാമത്തെ ലീവ്സ് എവിടെ തൊട്ടിട്ടാണോ കാണുക അതിന്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് പ്രൂൺ ചെയ്യണം. ഇത് നല്ലൊരു കോറൽ റെഡ് കളറിന്റെ റോസാണ്, എക്സ്ട്രീംലി ഫ്രാഗ്രന്റുമാണ്. ഇത് നോക്കിയേ, ഇത് മൂൺലൈറ്റ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റിയാ. ഇതും നല്ല ഫ്രാഗ്രന്റ് ആണ്. ഇതിന്റെ ഒരു റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ, ഒരു പീച്ചിഷ് റോസ. അത് നിറച്ച് കൊലയായിട്ടുണ്ടാവും. നന്നായിട്ട് പൂക്കൾ ഉണ്ടാവണ ഒരു വെറൈറ്റിയാ. അപ്പൊ നമ്മുടെ പ്രൂണിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാ.
അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾസിനൊക്കെ ഇതാ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഇത് നോക്കിയേ, ഇത് ഒരു റോസിൻ്റെ ഫെർട്ടിലൈസറാണ്. അപ്പോൾ റോസസിനൊക്കെ ഞാൻ ഇത് ഇടും. അപ്പോൾ നമുക്ക് ഇടാം. അതിങ്ങനെ ഗ്രാന്യൂൾസ് ആയിട്ടായിരിക്കുക. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഗ്രാന്യൂൾസ് ആയിട്ടാണ് ഫെർട്ടിലൈസർ. അപ്പോൾ ഏകദേശം ഞാനൊരു 1/2 കപ്പ് വീതം എല്ലാ റോസിനും ഇടും. അപ്പോൾ ഈ റോസ് എന്ന് പറയുന്നത് അത് റോസിന് ഫെർട്ടിലൈസർ മാത്രമല്ല, അതിൻ്റെ ഡിസീസസിനും ഒക്കെ അത്യാവശ്യം നല്ലതാണ്. നോക്കി, ഇവിടെ ഈ റോസിന് ഇവിടെ മോയ്സ്റ്റ് കൂടുതലായതുകൊണ്ട് യെല്ലോയിങ് ലീവ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അസുഖമൊക്കെ ഉണ്ട്, ബ്ലാക്ക് സ്പോട്ട്, മൈൽഡ്യൂ. അപ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് ഈ ഫെർട്ടിലൈസർ. പിന്നെ എന്നാലും നമ്മൾ അതിന് അസുഖങ്ങൾ വരും. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യും, അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിത് ഫെർട്ടിലൈസ് ചെയ്യാം. ഏകദേശം ഞാൻ ഈ റോസിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊരു ലാവണ്ടർ ക്രഷ് എന്ന് പറയുന്ന ഒരു റോസ. അതൊരു ക്ലൈംബിംഗ് വെറൈറ്റിയാണ്. അതിനും നല്ല ഫ്രാഗ്രൻ്റാണ്. അപ്പോൾ ദേ ഇതാ ഞാൻ ആദ്യം നമ്മുടെ പ്ലാന്റോൺ കാണിച്ചു തന്നില്ലേ, ഇതുപോലെ ഇരിക്കും, നമ്മുടെ എല്ലുപൊടിയൊക്കെ പോലെ. അപ്പോൾ അത് ഞാൻ എല്ലാത്തിനും കുറച്ച് തൂവി കൊടുക്കുക. നമ്മുടെ വെണ്ടയൊക്കെ പതുക്കനെ ഒന്ന് ആയി വരുക. പിന്നെ ഇത് നമ്മുടെ പാവലാണ്. പതുക്കനെ പൂക്കളിന്റെ മൊട്ടുകളുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ ഒരു ട്രെലിസ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യണത്. അത് ഒരുപാട് വള്ളി വീശി തുടങ്ങി, ലേറ്റായി. പയറങ്ങോട്ട് വളർന്നിട്ടേ എല്ലാത്തിനെയും ഓവർടേക്ക് ചെയ്തു. ഈ പയറെന്ന് പറയണതേ നമ്മുടെ ഈ പാടത്തുണ്ടാവണ കൂട്ട് പയറാണ്. മറ്റേ നീളം പയറല്ല. നീളം പയറിൽ ഞാൻ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ മുയലുകൾ തിന്നിട്ട് പോയേക്കണതാ. ഇപ്പൊ എന്തോ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ പയറിനും ഇലകളുള്ളത്. അവർ വരും, പക്ഷെ ഈ മഴ സമയത്താണ് കൂടുതലും മാനുകൾ വരണത്, എനിക്ക് അനുഭവം. പിന്നെ നമ്മുടെ മുയലുകളില്ലേ, ഒരു ദിവസം ഞാൻ വരുമ്പോൾ ആ ഓട്ടയിലേക്കാണ് നമ്മൾ വരുമ്പോൾ അവർ ഓടിക്കയറണത്. അതിനി അടച്ചു വെച്ച് നോക്കണം ഇനി അവർ പോവോന്ന്. നമ്മുടെ പയറൊക്കെ പൂവിട്ട് തുടങ്ങി, ചെറിയ അച്ചിങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബ്രൗൺ കളറിന്റെ ഒരു പയറായത്, ഒരു ഫ്രണ്ട് എനിക്ക് തന്ന വിത്തുകളത്. പക്ഷെ നല്ല രുചി, അതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്, പക്ഷെ നല്ല രുചിയുള്ള പയറാത്. ഇതെല്ലാം കഴിഞ്ഞ വർഷം പയറുണ്ടായിരുന്നതിന്റെ വിത്ത് വീണ് മുളച്ചിരിക്കണം, ഞാൻ നട്ടതല്ല ഒന്നും. പയറ് എനിക്ക് കൂടുതലും അങ്ങനെയായി. ഈ പാച്ചിലുണ്ടാവുന്ന പയറുകളെല്ലാം പൊതുവെ കഴിഞ്ഞ വർഷങ്ങളിലെ വിത്ത് വീണ് പുതിയ ചെടികൾ ഉണ്ടാവുക ചെയ്യുക. ഇത് പിന്നെ നമ്മുടെ മുളക് ചെടിയാണ്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ വിത്ത് നട്ടപ്പോൾ അത് ലേബിൾ ചെയ്യാൻ മറന്നു. അപ്പൊ എനിക്കൊരു സംശയമുണ്ട്, ഇത് ഇനി ബെൽ പെപ്പർ ആണോ അതോ ശരിക്കും നമ്മുടെ പച്ചമുളകിന്റെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇനി ഉണ്ടായി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് അതിന്റെ ഇലകൾ കണ്ടിട്ട് എനിക്ക് തോന്നണു അത് ബെൽ പെപ്പർ ആണ്. നമ്മുടെ ക്യാപ്സിക്കം ഇല്ലേ, അത് ഓറഞ്ചോ റെഡോ ഏതോ കളറാണത്.
ഇതേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാള് പോലെ ഒരു വാളമരക്കാന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുക. അതിന്റെ ഒരു ചെടിയാ. അപ്പൊ ഇത് നമ്മൾക്ക് ഇവിടെ ഞാനൊരു ഒരു ഗാർഡൻ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു ആന്റി എനിക്ക് തന്ന ഒരു 2 വിത്ത് തന്നത് അതിന്റെ. അപ്പൊ ഇപ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഇത് നട്ടിരിക്കുന്നത്. നാട്ടിലൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ നല്ല കിളുന്ത് വാളമരം നോക്കി തോരനൊക്കെ വെക്കണത് നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഇത് നമ്മുടെ ഒറിഗനോ എന്ന് പറയുന്ന ഒരു ഹെർബാണ്. അത് നമുക്ക് ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാനായിട്ട് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെർബാ. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ വഴുതനയാ. അതെല്ലാം വിത്ത് നട്ട് ഇപ്പൊ ഇത്ര ചെറുതായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനത് 2-3 പറിച്ച് നട്ടതാ. പക്ഷെ ബാക്കി നടാനായിട്ട് എനിക്കിനി പോട്ട്സും കുറച്ച് മണ്ണും മേടിക്കണം. ഞാൻ 1-2 എണ്ണമൊക്കെ ഇതുപോലെ ഉള്ള ചട്ടിയിലൊക്കെ നട്ടു വെച്ചിരിക്കണതാ. പിന്നെ ഇതും അതുപോലെ തന്നെ ഞാൻ പ്ലാന്റ് സ്വാപ്പിന് പോയപ്പോൾ കിട്ടിയ ഒരു സ്ക്വാഷിന്റെ പ്ലാന്റാ. അപ്പൊ എനിക്കിത് എന്ത് കളറാണ് സ്ക്വാഷ് എന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായി വരുമ്പോൾ ഒരു സർപ്രൈസ് ആണ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് അതുപോലെ ഹലപ്പിനോ ആണ്. അതിൽ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതും എനിക്ക് പ്ലാന്റ് സ്വാപ്പിന് കിട്ടിയതാണ്. അപ്പൊ ഈ പ്ലാന്റ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ പ്ലാന്റ്സ് നമുക്ക് അവിടെ കൊണ്ടുപോകാം. അവിടെ വരുന്ന ആൾക്കാർ അവരുടെ കയ്യിലുള്ളത് കൊണ്ടുവരും. അപ്പൊ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അങ്ങോട്ടും കൊടുക്കാം, നമുക്ക് ഇങ്ങോട്ടും കിട്ടും. ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഒരു വലിയ വഴുതന. അത് ഗ്രീൻ അല്ല, പർപ്പിൾ വഴുതന. അത് വലിയ സൈസിലെ പർപ്പിൾ വഴുതനയുടെ ഒരു ചെടിയത്. ഞാൻ ഈ ചട്ടിയിൽ നടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനിയിപ്പോ അടുത്ത വർഷം എനിക്കൊരു പുതിയ പാച്ച് ഇവിടെ വെക്കണം എന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. പിന്നെ ഇത് ഞാൻ ഏതാണ്, ഓറഞ്ച് ബെൽ പെപ്പറാണ്. അത് ഞാൻ പാകി നിർത്തിയിരിക്കണതാ. അപ്പൊ ഇത് ഞാൻ അതിന്റെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുമല്ലോ. അപ്പൊ അതിന്റെ വിത്ത് എടുത്തൊന്ന് നട്ട് നോക്കിയതാ. പക്ഷെ അതെല്ലാം മുളച്ചു. അപ്പൊ ഇനി അടുത്ത ജൂണിൽ ഇനി പ്ലാന്റ് സ്വാപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് കൂടുതൽ തൈകളുണ്ടല്ലോ, എനിക്ക് ഇത്ര ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇത് കുറച്ച് എടുത്തോണ്ട് പോകും. എനിക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ എടുത്തോണ്ട് പോയി അവിടെ ഷെയർ ചെയ്യും. പിന്നെ ഇത് ഒരു പർപ്പിൾ കളറുള്ള മുളകിന്റെ, അത് നമ്മുടെ പച്ചമുളകിന്റെ പോലെ തന്നെ എരിവുള്ള മുളകാ, പക്ഷെ പർപ്പിൾ കളറാണ്. ഇതും ഞാൻ ആദ്യം കാണിച്ച കൂട്ടത്തിൽ ഉണ്ടായി വന്ന മുളകാണ്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്താണ് അതിന്റെ മുളകെന്നുള്ളത്. പിന്നെ ഇതെല്ലാം ഞാൻ പച്ചവഴുതന പാകി നിർത്തിയിരിക്കണ, പറിച്ച് നടാറായി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നീളൻ പയർ. ഞാനൊരു വലിയ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനി പയ്യെ ട്രെലിസ് വയ്ക്കണം. ഇതൊരു വലിയ ചട്ടി ആയതുകൊണ്ട് ഇതിലെല്ലാം ഉണ്ട്, മുളകും ചീരയും പയറും. ഇത് കണ്ടോ, വള്ളി വീശി. പിന്നെ ഇത് നോക്കിയേ, എന്തോ ഒരു കീടം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതില് നമ്മുടെ നീമോയിലില്ലേ, അത് സ്പ്രേ ചെയ്യാൻ പോവാ. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ നമ്മുടെ പയറിന് അടിക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് നീമോയിലാണ് ഉള്ളത്. ഞാൻ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പയറിലേക്ക് സ്പ്രേ ചെയ്യും. അപ്പൊ ഞാനൊരു 1.5 ടീസ്പൂൺ നീം ഓയിൽ ഈ സ്പ്രേ ബോട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. നമ്മുടെ ഡൈല്യൂട്ടഡ് സ്പ്രേ നന്നായിട്ട് അതിലേക്ക് അടിച്ചു കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഫെർട്ടിലൈസ് ചെയ്യണ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുക. മഴ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മള് ഫെർട്ടിലൈസ് ചെയ്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ ചെടികളും ഒന്ന് നനച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഇഞ്ചി നട്ടേക്കണതാ. ഇഞ്ചി പതിയെ മുളച്ച് വന്നിട്ടേ ഉള്ളൂ, മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാനൊരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മഞ്ഞൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മഞ്ഞൾ ഇതുവരെ നട്ടു നോക്കിയിട്ടില്ല. ഈ വർഷം അതൊന്ന് നട്ടു നോക്കണം. അപ്പൊ ഇത് ഞാനേ എനിക്കൊരു ബേസിലിന്റെ ചെടിയുണ്ട്. അപ്പൊ അതും കൂടെ ഞാനൊന്ന് എന്തായാലും നട്ടേക്കാന്ന് കരുതിയിട്ടാ. അപ്പൊ ഞാൻ കുറച്ച് കമ്പോസ്റ്റും പിന്നെ കുറച്ച് നമ്മുടെ പ്ലാന്റോണും കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ മിക്സ് ചെയ്തെടുത്തു. അത് ഞാൻ ഈ പോട്ടിലേക്ക് നിറയ്ക്കുക. അപ്പൊ ഇവിടെ എനിക്ക് കുറച്ച് ബേസിലിന്റെ തൈകളുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തിട്ട് ആ പോട്ടിലേക്ക് മാറ്റാൻ പോവാ. കണ്ടോ? പോട്ടിംഗ് മിക്സിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് നനച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ പാച്ചും ഒക്കെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പണി നമ്മുടെ ഇവിടെ തീർന്നു ഏകദേശം.